ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഒരു മുസമ്പി വെച്ചൊരു ചെറിയ ഐസ്ക്രീം ഉണ്ടാക്കലാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം ഐസ്ക്രീമില്ല വേണ്ടത് മുസമ്പി, പഞ്ചസാര, പിന്നെ വെള്ളം. അപ്പം നമുക്ക് പഞ്ചസാര എടുക്കാം ഗൈസ്. പഞ്ചസാര കിട്ടി ഗൈസ്, പഞ്ചസാര എടുത്തു. അങ്ങനെ ഗൈസ് എല്ലാം റെഡിയാക്കി നമുക്ക് ക്യാമറ ഇവിടെ റെഡിയാക്കി വെക്കാം ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് മുസമ്പികൾ ഇടാം. മുസമ്പി ഓരോന്നായി ഇടാം. അതിൻ്റെ ലാസ്റ്റ് പീസ്. അതിനുശേഷം കുറച്ച് വെള്ളം, വെള്ളം ചോറിപ്പോയി എന്ന് ഞാൻ തോന്നുന്നു. കുറച്ച് വെള്ളം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മധുരമാണോ അതിനനുസരിച്ച് ഇതിടാം. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു, 2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടു, 3 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടു. ഞാനിട്ടത് 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഫ്രണ്ട്സ്. ഓക്കെ, അതിനുശേഷം നമുക്കെന്തായാലും ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് റെഡിയാക്കാം ഫ്രണ്ട്സ്, റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഒന്ന് സംസാരിക്കാത്ത എന്താ വെച്ചാൽ ഈ മിക്സിയുടെ സൗണ്ട് കാരണം നിങ്ങൾക്കൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഒന്ന് സംസാരിക്കാം. അങ്ങനെ നമ്മൾ ജ്യൂസ് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ അടിയാനുണ്ട്. ഞാനൊന്ന് നിർത്തിയതാണ്. നമുക്കിത് നമുക്ക് ഇവിടെ നിന്ന് ഇത് മാറ്റി വെക്കണം. അതിനു മുമ്പേ നമുക്കിത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് 3 സ്പൂൺ എടുത്തിട്ട് ഇളക്കി. മധുരം അടിപൊളി പാകം. മധുരം പാകം സാധനം ഒന്നും തുള്ളി അടിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ സെറ്റാവാനുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും എടുത്തു. ഓക്കെ, സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്തിലാണ് ഐസ്ക്രീം ആക്കാൻ വെക്കുന്നതെന്ന് വെച്ചാൽ പേപ്പർ ഗ്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് കിട്ടിക്കാൻ അങ്ങനെ നമുക്ക് ഗൈസ് ഗ്ലാസ് കിട്ടി. ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഗൈസ് വെക്കാൻ എൻ്റെ കയ്യിൽ സ്റ്റിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂണാണ് ഇതിൽ വെക്കാൻ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് അരിപ്പ എടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇത് ജ്യൂസ് നല്ലപോലെ അരിച്ചെടുക്കണം. കുറേ ഇതൊക്കെ ഉണ്ടാവും, ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ആദ്യം ജ്യൂസ് ഒഴിക്കട്ടെ.
ഫ്രണ്ട്സ് ഞാൻ റെഡി ആക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഇതിനു മുമ്പ് നിങ്ങൾ ഇതേപോലെ ഐസ്ക്രീമോ ചോക്കോബാറോ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. മറിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫ്രണ്ട്സ് അങ്ങനെ ഫ്രണ്ട്സ് ഞാനിത് ഗ്ലാസ്സിലോട്ട് അടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്ലാസ് ഫില്ലായി. നമ്മൾ സ്പൂണും വെച്ച് ഇതാണ് നമ്മൾ ഐസ്ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ജ്യൂസ് പുറത്തെടുക്കാം. ബാക്കി ജ്യൂസ് കുറച്ച് ജ്യൂസ് ബാക്കിയുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് ഇനി പിണ്ടി ഈ അഴുക്ക് സാധനം നമുക്കിനി മാറ്റാം ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ് വേസ്റ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെ ഫ്രണ്ട്സ് നമുക്കിത് ഫ്രീസറിൽ പോയി വെക്കാം. എന്താവും എന്തോ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് നാളെ അറിയാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ബൈ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.